നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന ചിന്തകളാണ് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളുടെ വിത്തുകൾ. ദിവസേന നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് നാളുകളിൽ നമ്മുടെ അനുഭവങ്ങളായി വിരിയുന്നത്. നമ്മിൽ പലരും തങ്ങൾക്ക് നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനായി മോശം കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാതെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി പല രീതികളിൽ പരിശ്രമിക്കുന്നുവെങ്കിലും പലതിനും ഫലമുണ്ടാകാറില്ല. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതാനുഭവങ്ങൾ പോസിറ്റീവായും നെഗറ്റീവായും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ജീവിതം മാറ്റുന്നതിന്, നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന്, നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതിന് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഇടം പിടിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മിൽ പലരുടെയും മനസ്സിൽ ഓരോ ദിവസവും നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെ ധാരാളം നെഗറ്റീവ് ചിന്തകൾ രൂപം കൊള്ളാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായിരിക്കും അതിന് കാരണം? നാം ഫേസ് ചെയ്യുന്ന ഓരോ സാഹചര്യത്തെയും നാം എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമായും നമ്മുടെ ചിന്തകൾ രൂപം കൊള്ളുന്നത്. നമ്മുടെയൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് മുഖ്യമായും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്. ഇതുവരെ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ ജീവിതാനുഭവങ്ങളും അവയിൽ പ്രതിഫലിക്കും. കൂടാതെ ഇപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളും വിവരങ്ങളുമെല്ലാം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. നാം ഒക്കെ നമ്മുടെ ജനനം മുതൽ ഇതേവരെ ധാരാളം നെഗറ്റീവ് അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൂടാതെ ധാരാളം നെഗറ്റീവ് വ്യക്തികളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നെഗറ്റീവ് വാർത്തകളോട്, സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിന് ചായ്വ് കൂടുതലുണ്ട്. ഇവയുടെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടുതലായി ഇടം പിടിക്കുന്നത്. വളരെയേറെ വർഷങ്ങളായി ധാരാളം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നതിനാൽ അവയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിലും നമുക്ക് ബോധപൂർവമായ സ്ഥിര പരിശ്രമങ്ങളിലൂടെ നമുക്ക് ആ ചിന്തകളെയൊക്കെ മാനേജ് ചെയ്യുവാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മിൽ പലരും നല്ല ജീവിതാനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതിനും മോശം കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാതിരിക്കുന്നതിനുമായി വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതിന് ഫലമുണ്ടാകാറില്ല എന്ന്. അതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് നമ്മുടെ ഉള്ളിലെ ചിന്തകളെ, വികാരങ്ങളെ വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു രോഗമുണ്ടായാൽ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഫലമുണ്ടാകില്ല. അതുപോലെ നമ്മുടെ ഉള്ളം മാറാതെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് ഇമോഷൻസ്, അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ, ഭയങ്ങൾ, ആങ്സൈറ്റീസ് തുടങ്ങിയവയൊക്കെ മാറ്റിയെടുക്കാതെ പുറമെ നാം ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങളും തൊലിപ്പുറത്തെ ചികിത്സ പോലെയാണ്. ജീവിതാനുഭവങ്ങളിൽ മാറ്റമുണ്ടാകില്ല. നമ്മുടെ ഉള്ളം മാറുന്നതിന് ഏറ്റവും പ്രധാനമായി മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ചിന്തകളിലാണ്. നമുക്ക് ഗുണകരമല്ലാത്ത, ദോഷം ചെയ്യുന്ന മോശം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതിന് നാം എന്ത് ചെയ്യണം? അതിനായി നാം നല്ല ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് നൽകിക്കൊണ്ടിരിക്കണം. നമ്മുടെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, ജീവിത വിജയം നേടിയവരുടെ അനുഭവ കുറിപ്പുകൾ വായിക്കുക, ഗോസിപ്പുകളിൽ നിന്നും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന സദസ്സുകളിൽ നിന്നും പിൻവലിയുക. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ, വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതിനാൽ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിന് നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകൾ നല്ല കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ളവ മാത്രം കാണുവാൻ ശ്രദ്ധിക്കണം. നെഗറ്റീവായിട്ടുള്ള ന്യൂസ്, ഇൻഫർമേഷൻസ് തുടങ്ങിയവയിലൊക്കെ മുഴുകിയിരിക്കുന്നത് ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ നല്ല ശുഭാപ്തി വിശ്വാസവും പോസിറ്റിവിറ്റിയും ഉണ്ടാക്കിയെടുക്കണം. നല്ല പോസിറ്റീവായ, ഉത്സാഹശീലരായ വ്യക്തികളുമായി ഇടപഴകുവാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റുള്ളവരിലെ പോസിറ്റീവ് എനർജി നമുക്കും പകർന്നു കിട്ടും. നല്ല നല്ല അറിവുകൾ ലഭിക്കുന്ന നല്ല ട്രെയിനിങ്ങുകൾ, സെമിനാറുകൾ തുടങ്ങിയവയിലൊക്കെ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇക്കാര്യത്തിൽ നിങ്ങളെയൊക്കെ ഏറെ സഹായിക്കാൻ സാധിക്കുന്നവയാണ് ഞങ്ങൾ നടത്തുന്ന മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാമുകൾ.
ഇങ്ങനെ നമുക്ക് നമ്മുടെ ചിന്താ രീതികളിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആദ്യം ശ്രമം തുടങ്ങാം. നമ്മുടെ ചിന്തകളിൽ നല്ല പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുന്നോടിയായി നമുക്ക് ആദ്യം മാറ്റം വരുത്താൻ സാധിക്കുന്നത് നമ്മുടെ പ്രതികരണങ്ങളിലാണ്. ഓരോ നിമിഷവും നാം നേരിടുന്ന ഓരോ സാഹചര്യങ്ങൾക്കും അനുസൃതമായി നമ്മുടെ ബ്രെയിനിൽ ചിന്തകൾ രൂപം കൊള്ളുന്നു. അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ നമ്മുടെ ബ്രെയിനിൽ പ്രത്യേക കെമിക്കൽ സൃഷ്ടിക്കപ്പെടുകയും അവ വികാരങ്ങളായോ വാക്കുകളായോ ഒക്കെ മാറുകയും ചെയ്യും. നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെയൊക്കെ പ്രതികരണങ്ങളിൽ മാറ്റം വരുത്തുക. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ പ്രതികരണം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അതായത് എന്നിൽ എന്ത് ചിന്ത വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇക്കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായി നടപ്പാക്കി നമുക്ക് മോശം ചിന്തകളെ നിയന്ത്രിച്ച് നല്ല ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാം. ഞാൻ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. 1. നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാറ്റുന്നതിന് ആദ്യം നാം നമ്മുടെ ഉള്ളം മാറ്റിയെടുക്കണം. 2. നമ്മുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകുന്നതിന് നല്ല ഇന്ദ്രിയാനുഭവങ്ങൾ നമ്മുടെ മനസ്സിന് നൽകുക. നല്ല അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ മനസ്സിന് നൽകുക. 3. ഏത് സാഹചര്യത്തിലും നമ്മുടെ പ്രതികരണങ്ങളിൽ നാം ഏറെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇങ്ങനെ ബോധപൂർവം നാം നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ തുടങ്ങിയവയിലൊക്കെ നല്ല പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ പ്രതിഫലനം നല്ല ജീവിതാനുഭവങ്ങളായി നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും നല്ല ജീവിതാനുഭവങ്ങൾ തങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്നും നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.